ഹായ് കൂട്ടുകാരെ, സൂര്യൻ ഇന്ന് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 4 മണിക്കോ 5 മണിക്കോ 6 മണിക്കോ ഒന്നും എന്നെ കാണാഞ്ഞ് അന്വേഷിച്ച് വന്നതാണെന്നാണ് തോന്നുന്നത്. സാധാരണ കുറച്ച് ദിവസങ്ങളായിട്ട് 8 മണി കഴിഞ്ഞിട്ടാണ് മൂപ്പര് എണീറ്റ് വരാറ് കേട്ടോ. ഇന്ന് 7 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ എണീറ്റ് വരുമ്പോൾ ആള് എണീറ്റ് വന്ന് എന്നെ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സത്യത്തിൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ മൂപ്പരിങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് നേരം വൈകിയാണ് എണീറ്റത്. ഇന്നും കൂടി ഉള്ളൂ ആദൂന് ട്യൂഷൻ 8:30ക്കാണ് കേട്ടോ. തിങ്കളാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 7 മണിയായിട്ടാണ് എണീറ്റ് വന്നത്. അടുക്കളയിൽ രാവിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തലേദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നല്ല കോൾഡും കഫക്കെട്ടും പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ 7 മണിയാകുമ്പോൾ എണീറ്റു. 10 മണിക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ അവന് 8:30ക്ക് ട്യൂഷന് പോകുന്നതിന് മുമ്പ് കഴിച്ചിട്ട് പോയാൽ മതി, കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. 12 മണി 11 മണിയാകുമ്പോഴേക്കും കഴിയും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ പള്ളിയിലേക്ക് വന്നോളാന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അപ്പത്തിന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അരി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കുറച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറുമയ്ക്കുള്ള കാര്യങ്ങളും ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം രാവിലെ നേരത്തെ എണീക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതും. നല്ല കഫക്കെട്ടാണോടോ. കുറച്ച് ദിവസമായല്ലോ ഈ നേരത്തെ എണീറ്റ് വരുന്നത്. ഈ 4 മണിക്കും 5 മണിക്കൊക്കെ എണീറ്റ് വരുമ്പോഴേ ഈ മുകളിലെ ഇച്ചിരി മഞ്ഞുണ്ട്. ആ മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു നല്ല കഫക്കെട്ട്. എനിക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ എഫക്റ്റ് ചെയ്യും കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ കുറുമയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരപ്പ് തേങ്ങയും ഏലക്കായും കൂടി അരച്ച് പെരിഞ്ചീരകവും കൂടി അരച്ച് ചേർത്തപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എളുപ്പമാണല്ലോ. ഞാൻ 7 മണിക്ക് എണീറ്റാലും 8 മണിക്കാവും പോകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. അങ്ങനെ അതാ വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു, കുറുമ ഉണ്ടാക്കി. അവൻ കഴിച്ചിട്ട് അവൻ ട്യൂഷന് പോയിട്ടോ. ഇനി നമുക്കിന്ന് സൺഡേ ആണെന്ന് പറഞ്ഞല്ലോ, പള്ളിയിൽ പോകാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഉച്ചയ്ക്കിലേക്കുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കാം. അപ്പം ഇന്ന് ഫ്രൈഡ് റൈസാണ് വെക്കുന്നത്. നോമ്പാണല്ലോ, നോമ്പായതുകൊണ്ട് ഇറച്ചിയും മീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ചോറ് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ട് പച്ചക്കറികൾ അരിയാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, കാബേജ് ഇതൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ രീതിയിലൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് വേവും. അപ്പോൾ അതാ കാബേജ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് വേവുകയും ചെയ്തു കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഉപ്പും പിന്നെ ഓയിലും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പല വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി. എന്നാലും ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. അറിയാത്തവർക്ക് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ നല്ലെണ്ണയും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം, സവോള ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ കാബേജ് കുറച്ച് കഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. കാബേജ് പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞു പോകില്ല. അപ്പം അധികം കുഴയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ട് ഇതുപോലെ കുത്തിപ്പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഫ്രൈഡ് റൈസ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 2 3യുടെ ഫ്രൈഡ് റൈസ് മസാലയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ ഫ്രൈഡ് റൈസ് മസാല കേട്ടോ. അപ്പോൾ അതൊരു 2 പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇതാകുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് അതിന് വരുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടേണ്ടത് ആണ്. നമ്മുടെ മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും മസാലയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്നൊന്നും വെക്കുന്നില്ല. അന്ന് ഫ്രൈഡ് റൈസ് മാത്രമാണ് നമ്മുടെ ഉച്ചയ്ക്കിലത്ത് വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ ഇത് കേട്ടോ, ഫുഡ്. അപ്പോൾ അതൊക്കെ റെഡിയായി. സമയം കണ്ടോ, 9 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പാത്രങ്ങൾ കഴുകലും പരിപാടികളൊക്കെയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. കാണാനും നല്ല രസമാണ്, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. കണ്ടോ, അറ്റം തൊട്ട് ഈ അറ്റം വരെ പാത്രങ്ങളും സാധനങ്ങളും എല്ലാം അങ്ങനെ കിടക്കാണ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അടുക്കളയൊക്കെ നീറ്റാക്കി. ഇത് ഇന്നലെ വൈകുന്നേരം കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്, നമ്മുടെ പലചരക്ക്, കായം, ജീരകം, കടുക്, ഉലുവ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊന്നും ജപ്പിലാക്കി വെച്ചിട്ടില്ല. അതൊക്കെ പള്ളിയിൽ പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പാത്രങ്ങൾ കഴുകലും അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു. സമയം 9:10. നമുക്ക് 10:15 കുർബാന. അപ്പോൾ 10 മണിയാകുമ്പോഴേക്കും നമുക്ക് പോകണം. അപ്പോൾ ഇനി കുളിച്ച് റെഡിയായി നമ്മൾ പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ പോയി കുളിച്ച് എല്ലാം കഴിഞ്ഞു. പപ്പയും ഞാനും കൂടി പള്ളിയിൽ പോവാണ് കേട്ടോ. അതുമല്ല അജു 6:30 കുർബാനയ്ക്ക് അനിയൻ പോകുമ്പോൾ അവരുടെ കൂടെ പോയി. അത് പിന്നെ ട്യൂഷന് പോയേക്കാണല്ലോ. അപ്പോൾ അജു പോയി വന്നു. അവനിന്ന് 9 മണിക്ക് എന്തോ കോളേജിൽ പോകണം. കോളേജിലല്ല, അവിടെ പോകണവർക്ക് പ്രാക്ടീസ് ഉണ്ട്. തിങ്കളാഴ്ച തൊട്ട് അവർക്ക് എന്തോ ഫെസ്റ്റോ എന്തോ പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവൻ പോയി. അപ്പോൾ ഞാനും പപ്പയും മാത്രമേ പള്ളിയിലേക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി തിരിച്ച് പോരുകയാണ്. കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അത് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പള്ളിയിൽ ട്യൂഷൻ കഴിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ പിന്നെ അവിടെ നിന്ന് പോന്നു. അവൻ സൈക്കിളിലാണ്. അപ്പോൾ അവൻ സൈക്കിളിന്മേൽ പോന്നു കേട്ടോ. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു രഥം പോകുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു അരയന്നമാണ്, അരയന്നം. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സിഗ്നലൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ലേറ്റായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് അരയന്നാണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കണ്ടോ, നല്ല അടിപൊളി ഒരു അരയന്നം. അങ്ങനെ അരയന്നം ആ ഒരു വഴിക്ക് പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കൂട്ടാം. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞാനും പപ്പയും. അജു കോളേജിൽ പോയിട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും അവൻ പോയി. 9 മണിക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലാണ്. ഈ വെയിലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഗാർഡൻ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചെന്ന് കിടന്നു. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ചെന്ന് കിടന്നു. പിന്നെ ഒരു 5 മണിയായിട്ടാണ് ഞാൻ വീണ്ടും മുകളിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ വയ്യെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പണികളൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഈ വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ അകത്ത് ചുരുണ്ടുകൂടി കിടന്നാലേ കൂടുതൽ ക്ഷീണം തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉഷാറായി കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. പ്രത്യേകിച്ച് നമ്മുടെ ഗാർഡനിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു എനർജി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ കുറച്ച് പണികളുണ്ട്. ഇന്നലെ ചെടികൾ നനച്ചിട്ടില്ല. പിന്നെ അടിച്ച് വാരിയിട്ട് 2 ദിവസമായി ടെറസ്. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും കണ്ടോ, ഈ ഓരോ ചെടികളുടെ പോട്ടിൻ്റെ ബാക്കിലേക്കാണ് കാറ്റ്. ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തുള്ള പോട്ടുകളുടെ ഗ്യാപ്പിലാണ് ഈ ഇലകളും പിന്നെ നമ്മുടെ ബൊഗൈൻവില്ലയുടെ പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുക. കണ്ടോ, ഓരോരോ മുക്കിലും മൂലയിലൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം അടിച്ച് വാരിയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് ഇരട്ടിയായിട്ട് വരും. പിന്നെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അത് നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കള ഇവിടെ തന്നെ ആയതുകൊണ്ടേ നമുക്ക് കാറ്റിന് ആ മണ്ണും പൊടിയൊക്കെ അടുക്കളയിലേക്ക് വരും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അടിച്ചു വാരി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായി എനിക്ക് കഫക്കെട്ടും ഒരു ഉഷാറില്ലാതെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെയും അടിച്ചു വാരിയിട്ടില്ല. ഇന്നലെ ചെടി നനച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം വാടി. അപ്പോൾ ഞാൻ നനയ്ക്കാനായിട്ട് വരാൻ നിന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കണ്ടത് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ ഗാർഡൻ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു സ്ഥലത്ത് കണ്ടപ്പം അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നട്ട് വെച്ചിട്ട് കിട്ടിയ ഒരു പാത്രത്തിൽ അന്ന് നട്ട് വെച്ചു. അപ്പോൾ അത് പുതിയ തളിർപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെയിൻ്റ് അടിച്ചപ്പോൾ ഈ ഒരു പാത്രത്തിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് കഴിഞ്ഞ ദിവസം മാറ്റി നട്ടപ്പോൾ ആ ഒരു ബക്കറ്റുമേയും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അടിച്ചു വരാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ഇതൊന്ന് പെയിൻ്റ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ സാധാരണ നമ്മൾ നട്ടിട്ട് അത് പിടിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരിക്കലും മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വെയിലും മഴയൊന്നും കൊള്ളാതെ നമ്മൾ ഒതുക്കി മാറ്റി വെക്കൂലോ, ഒന്ന് വേര് പിടിക്കുന്നവരെ പുതിയ പ്ലാന്റൊക്കെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞപ്പം ഇപ്പോൾ അതിൽ പുതിയ ഇല വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇന്നലെ പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനത് പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെടികൾ നോക്കുന്നതിനിടയിലാണ് അയ്യോ അത് പെയിൻ്റ് അടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അത് പെയിൻ്റ് അടിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് മാറ്റി നട്ടിട്ട് അത് ഞാൻ കഴിഞ്ഞ വട്ടം 2-3 പോട്ട് പെയിൻ്റ് അടിച്ചപ്പോൾ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഈ ഒരു ബക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചു. 2 കോട്ടായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഗാർഡനിൽ അടിച്ച് വരലും വെള്ളം നനയ്ക്കുകയും ചെടി നനയ്ക്കുകയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതങ്ങ് നന്നായിട്ട് ഉണങ്ങിക്കോളും. അപ്പോൾ ഇത് വെള്ളം നനയൊന്നും വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഇവിടെ അലക്കലിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ അടിച്ചു വരാനും നനയ്ക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടി കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് കുറച്ച് കാര്യങ്ങളായിട്ടാണ്
ചെയ്യാട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഗാർഡനെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ചിലർ ചോദിക്കില്ലേ, നമ്മൾ വീട് നല്ല ഭംഗിയിലും വൃത്തിയിലും ഒക്കെ അടുക്കി പെറുക്കി വെച്ചത് കാണുമ്പോൾ ചോദിക്കില്ലേ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്. അത് അതിലൊരു വീഡിയോയിൽ ഞാൻ കണ്ടു കേട്ടോ. അവർ പറയുന്ന ഒരു വീഡിയോയിൽ ആൾ അങ്ങനെ ചോദിച്ചൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തത് ഞാൻ കണ്ടു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു ഷെൽഫിൽ പൊടി പിടിച്ച് കിടക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചിലന്തി വല കെട്ടിയിട്ടുള്ളതോ ഒക്കെ കാണുക. അപ്പോൾ അത് അപ്പം തന്നെ ആ ഒരു ഏരിയ മൊത്തം അങ്ങ് ക്ലീൻ ആക്കി എടുക്കും. അല്ലാതെ അതിന് വേണ്ടി നമ്മൾ എന്നും അടിച്ചു വാരി തുടയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ എന്നും പാത്രം കഴുകുന്ന പോലെ എന്നും ചെയ്യുന്നൊരു പരിപാടിയല്ല അത്. പക്ഷേ എപ്പോഴും വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ നമ്മളെ അത് സഹായിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഗാർഡൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കുട്ടി കുട്ടി കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യാട്ടോ. അപ്പോൾ അതാ ഞാൻ അടിച്ചു വാരി ഓരോന്നിൻ്റെയും ഓരോ പോട്ടിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊക്കെ അടിച്ചു വാരി വരുമ്പോൾ ഒരുപാടുണ്ടാവും അടിച്ചു വരാനായിട്ട്. കുറേ സമയം ഇങ്ങോട്ടേക്ക് കാറ്റ് വന്നാൽ കുറേ സമയം ബാക്കോട്ട് കാറ്റ് പോകും. അപ്പോൾ ഞാൻ അടിച്ചു വാരി കൂട്ടുന്നതിനിടയിൽ വീണ്ടും കുറേ പറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അവിടെ നിന്നൊക്കെ അടിച്ചു വാരി എടുത്ത് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടിച്ചു വാരി എന്നും അടിച്ചു വാരിയാലും ഇത് എന്നും ഇത്ര ഉണ്ടാവും കേട്ടോ നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം അടിച്ച് വാരിയില്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് വരുമല്ലോ. ഇതിപ്പോൾ 2 ദിവസത്തെയാണ്. എല്ലാ പോട്ടുകളുടെ ഗ്യാപ്പിലും ഒക്കെ പോയിട്ട് നമുക്ക് അടിച്ച് വരാനും പാടാണ് ഇങ്ങനെ കാറ്റുള്ളതുകൊണ്ടേ. അപ്പോൾ നമ്മൾ വേഗം അങ്ങ് അടിച്ച് ആ ഒരു ബക്കറ്റിലേക്ക് ഇടണം. ആ ബക്കറ്റിൽ നമ്മുടെ നാടൻ മുളക് നിന്നിരുന്നതാണ് കേട്ടോ, നല്ല ഉണ്ടമുളക്. അപ്പോൾ ആ മുളകിൻ്റെ മദർ പ്ലാന്റ് പോയി. അത് കഴിഞ്ഞ് ഞാൻ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും ശരിക്ക് വേര് പിടിച്ച് കിട്ടിയില്ല. ഇനി ഞാൻ വിത്ത് പാവിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൈകളൊന്ന് ഉഷാറായി വന്നിട്ട് അതിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഭാഗവും അടിച്ചു വാരിയിട്ടു. ആ ഭാഗം ഈ ഭാഗമൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞ് നമ്മൾ നനയ്ക്കുകയാണ്. വേഗം അങ്ങ് നനച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കാറ്റത്തും അതുപോലെ തന്നെ ഈ തല കുമ്പിട്ടൊക്കെ നിൽക്കുമ്പോഴെനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം നനച്ചിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ പാത്രം ഇന്നലെ നനയ്ക്കാത്തതുകൊണ്ടേ ഓരോ കപ്പ് വെള്ളം, അല്ലെങ്കിൽ എന്നും നനയ്ക്കുകയാണെങ്കിൽ ഓരോ കപ്പ് വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇന്നലെ നനയ്ക്കാത്തതുകൊണ്ട് ഒരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ കപ്പ് ആദ്യം എല്ലാത്തിനും ഒഴിച്ച് അടുത്ത കുറച്ച് വെള്ളം കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും നനയ്ക്കണത് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും എന്താ ഈ ഭാഗമൊക്കെ നനച്ചു, ഇപ്പുറത്തെ സൈഡും നനച്ചു. അതുപോലെ തന്നെ ഇതിനടിയിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഹാങ്ങിങ് ഏരിയ ആണ്, ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അത് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നനയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പെയിൻ്റ് അടിച്ച പാത്രം എന്താ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. ഈ 2 പാത്രവും ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ പ്ലാന്റിൻ്റെ ഒരു ഇത് കണ്ടോ, ഇലയുടെ തുമ്പൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുന്നത്. ചൂടിൻ്റെ ആണോ എന്താണോ എന്നറിയില്ല. ഞാൻ ഒരു 3ാമത്തെ വട്ടമാണ് ഈ മെലസ്റ്റോമ പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് നടുന്നത്. ഓരോ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് പോയത്. ഈ ഇലയുടെ അറ്റം ഇങ്ങനെ ഉണങ്ങിയ പോലെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആ ചെടി അങ്ങ് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒന്നുമല്ല. അപ്പോൾ ചൂടിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. ചൂടിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് 2 ദിവസം മുമ്പ് ഞാൻ തെർമോക്കോൾ ബോക്സിലേക്ക് വെച്ചതാണ് കേട്ടോ അത്. പിന്നെ ഈ ഭാഗത്തുള്ള നമ്മുടെ പോത്തോസുകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. അതിൽ നിയോൺ പോത്തോസിൻ്റെയും ഇലയുടെ തുമ്പ് അതുപോലെ തന്നെ കരിയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ നക്ഷത്ര ചെടി എന്നാണ് ഞാൻ പറയുക. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നന്നായിട്ട് ആ ഒരു കയറിൽ ചുറ്റി കയറി വരുന്നുണ്ട് കേട്ടോ. പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലും കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എന്നൊന്നും നനയ്ക്കാൻ വരാറില്ല കേട്ടോ. 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഒരു ദിവസമാണ് ഞാനിവിടെയൊക്കെ നനയ്ക്കാൻ വരാറ്. ഇവിടെ നല്ലൊരു വേപ്പുണ്ട്. പിന്നെ കുരുമുളകാണ് ആ ബക്കറ്റിലിരിക്കുന്നത്. അത് ഈ വെയിലിൻ്റെ ആണോ എന്നറിയില്ല, ശരിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് നട്ടത് എല്ലാം തന്നെ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് പുതിയ ബ്രാഞ്ചൊക്കെ വന്ന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പറിച്ച് നടാനായിട്ടുണ്ട്. അതിനുള്ള സ്ഥലം നടാനുള്ളതായിട്ടില്ല. അതാവുമ്പോൾ നമ്മളത് അവിടെ കൊണ്ടു നടും. കുറച്ച് നാൾ കൂടിയും ഇങ്ങനെ ഈ കവറിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേര് പിടിച്ച കവറുകൾ ചോദിക്കുന്നവർക്ക് നമ്മൾ ഇവിടെ വന്ന് കണ്ടിട്ട് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ അവിടെ ഒരു തുളസി ഉണ്ട് കേട്ടോ. നമ്മൾ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ കഫക്കെട്ടും പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ചുക്കാപ്പി ഉണ്ടാക്കൂല. അപ്പോൾ അതിനൊക്കെ തുളസി ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്കിവിടെ മുകളിൽ തുളസിയുണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യൻ അസ്തമിച്ചിരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ടെറസിൽ മുകളിൽ നിന്നാണ് കാണുന്നത്. മിക്ക വീഡിയോസിലും സൂര്യോദയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂര്യാസ്തമനം അധികം വീഡിയോസിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യാസ്തമനം. ഒരു സൈഡിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടെ അമ്പിളിമാമൻ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം 6 മണി, 5:45 കഴിഞ്ഞു. 6 മണി ആവാൻ പോകുന്നു. അമ്പിളിമാമൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം ഇതിന് മുകളിൽ നിന്നു കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല.
പക്ഷേ വന്നപ്പോൾ നല്ലൊരു കൗതുകം തോന്നി. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ചുറ്റും എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഒരു ഇത് വിട്ടിട്ട് അടുക്കടുക്കായിട്ട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു അന്തരീക്ഷം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗാർഡനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു. പിന്നെ നമ്മൾ താഴേക്ക് വന്നു കേട്ടോ. താഴെ വന്ന് നമുക്ക്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ കുറച്ച് പണികളുണ്ടായിരുന്നു, കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ റൈസൊക്കെ വെക്കുന്ന അരി, ഉലുവ, കായം, ഏലക്കായ, കടുക്, പട്ടാണി, ഗ്രാമ്പൂ, അങ്ങനെയൊക്കെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെപ്പിലിട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.